ഹലോ, ഞാൻ ഒരു ദിവസം ലീവ് എടുത്ത് വീട്ടിലിരുന്നു ആൻഡ് ഐ വാസ് ഹോം അലോൺ ഫോർ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡേ. അപ്പോൾ വീഡിയോ എന്താണെന്ന് ക്യാപ്ഷനിൽ കണ്ടില്ലേ, കുറച്ച് ഡ്രമാറ്റിക് ആയില്ലേ? എന്നാൽ ഇപ്പം ഞാൻ ശരിക്കും ടി വി ഓൺ ആക്കിയതാട്ടോ. എന്നെ പോലെയാണോ നിങ്ങളും? എന്ത് കഴിക്കുമ്പോഴും ടി വി കാണണം? സോ ഞാൻ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പവും കടലക്കറിയും കഴിച്ചിട്ടായിരുന്നു. എന്ത് കഴിച്ചാലും എപ്പോഴും ഒരു ഷുഗർ ക്രേവിങ്സ് കയറി വരാറുള്ളതാണ്, പ്രത്യേകിച്ച് വീട്ടിലിരിക്കുമ്പോൾ. അതിനൊന്ന് നടക്കാനായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വേഫേഴ്സ് ആയിരുന്നു. ആൻഡ് ഫോർ നൂൺ ഐ ഹാഡ് ബിരിയാണി. വെറും ബിരിയാണി അല്ല, റിനൈൽ മെഡ് സിറ്റി ഹോസ്പിറ്റലിലത്തെ ക്യാൻറ്റീനിലുള്ള ബിരിയാണി. അച്ഛൻ മമ്മയും ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാ. അവിടുത്തെ ക്യാൻറ്റീനിലെ കുറച്ച് ഫുഡിൻ്റെ ടേസ്റ്റ് എടുത്ത് പറയേണ്ടതാ. ആൻഡ് അഗെയിൻ ഐ ഹാഡ് എ വേഫർ ടു സാറ്റിസ്ഫൈ മൈ ഷുഗർ ക്രേവിങ്സ്. അങ്ങനെ ബിരിയാണിയും കഴിച്ച് ഉച്ചയോർക്കം കഴിഞ്ഞ് ഈവനിങ് എഴുന്നേറ്റപ്പോൾ എൻ്റെ കൈ കിട്ടിയതാണ് എണ്ണയിൽ കുളിച്ച് കിടക്കുന്ന ഒരു പഴംപൊരി. അതങ്ങോട്ടേക്ക് ഒത്തില്ല, അതുകൊണ്ട് കുറച്ച് പക്കവടയും കൂടി എടുത്ത് കഴിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് റിനൈൽ മെഡ് സിറ്റിയിലെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഡ്രിങ്ക്. ഇതൊരു മാംഗോ ഷേക്കാണ് വിത്ത് എ ലോട്ട് ഓഫ് അതർ ഫ്രൂട്ട്സ് ഇൻ ഇറ്റ്. യമ്മി ഡ്രിങ്കാണ്. ബിരിയാണി സ്കിപ്പ് ചെയ്താലും ഞാൻ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല. ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഫുഡ് കുറച്ച് ആർഭാടകരമായതുകൊണ്ട് തന്നെ രാത്രി വീട്ടിലുണ്ടാക്കിയ ചോറും കടൽക്കറിയും മുട്ട പൊരിച്ചതും പാവയ്ക്ക കൊണ്ടാട്ടവും ഒക്കെ കൂട്ടി കഴിച്ചു. ഡിന്നറിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന മാംഗോ ഷേക്ക് കാലിയാക്കിയിട്ട് അന്നത്തെ ഫുഡിങ്ങിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പിന്നെ ആസ് യൂഷ്വൽ ബിഫോർ ഗോയിങ് ടു ബെഡ് കുറച്ച് വെള്ളം കുടിച്ചു കിടന്നുറങ്ങി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആൻഡ് ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.